കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാനായിട്ട് ഈ ഭൂമിയിൽ യേശു നമുക്കൊരവസരം കൂടെ തന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുക. നമുക്ക് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് ഇരമ്യാ പ്രവചനത്തിലെ ഒരു വാക്യമാണ്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ സെക്കൻഡ് ലൈൻ മുതലാണ് നമ്മൾ അല്പനേരം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഇരമ്യാ പ്രവചനം 30-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ നിൻ്റെ മുറിവുകളെ പൊറിപ്പിച്ചു, ഞാൻ നിൻ്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാചകനായ ഇരമ്യാവ് തകർക്കപ്പെട്ട, മുറിക്കപ്പെട്ട, പരാജയപ്പെട്ട് കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനതയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വായായി പ്രവചിക്കുകയാണ്, നിങ്ങളുടെ ഈ അവസ്ഥയെല്ലാം മാറാൻ പോവുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ മുറിവുകളെ പെട്ടെന്ന് പൊറുപ്പിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ശമിപ്പിക്കും, എന്നിട്ട് നിനക്ക് ആരോഗ്യം വരുത്തും. എന്ന് പറഞ്ഞാൽ നീ എങ്ങനെ ബലഹീനനായോ അതുപോലെ നിനക്ക് കരുത്താർജിക്കാൻ പോവുക. സ്തോത്രം. ഞാൻ മറ്റൊരു പ്രസംഗം പ്രസംഗിക്കാനായിട്ടാണ് ഇന്നിവിടെ ഒരുങ്ങി വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഈ വചനം പെട്ടെന്ന് എൻ്റെ മുമ്പിൽ കയറി വന്നു. കർത്താവിന് സ്തോത്രം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാക്കിയ ഒരു വചനമാണ്. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു കാര്യം ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഇരമ്യാവ് പ്രവചിക്കുന്ന കാലഘട്ടം നമ്മൾ പഠിക്കുമ്പം കർത്താവിൻ്റെ സ്തോത്രം, ഒരു സമൃദ്ധിയിൽ നിന്ന് ജനം പരാജയം എന്ന പടുകുഴിയിലേക്ക് പോയി. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളോട് പറയാം, പല നിലകളിൽ തകർക്കപ്പെട്ടവരുണ്ട്, തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, പൂർണ്ണമായി തകർന്നവരുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് തരുന്നൊരു സന്ദേശം, നിനക്കേറ്റ മുറി ഒരിക്കലും ഉണങ്ങത്തില്ലെന്ന് ചിലർ വിചാരിച്ചെങ്കിൽ ആ മുറി ഉണക്കുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, നീ ഏത് ലെവലിൽ ബലഹീനനായി പോയോ ആ ലെവലിൽ തന്നെ നിന്നെ തിരിച്ച് കരുത്തനാക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ സ്തോത്രം. അപ്പം ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയാം, മുൻപിൽ എന്തോ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാറ്റ് കാണുന്നില്ല, മഴ കാണുന്നില്ല, പക്ഷെ വെള്ളം കോരുവെന്ന പ്രവചന ദൂതാണ്. ദൈവത്തിന് സ്തോത്രം. 6 മാസവും ആകാശം അടഞ്ഞിട്ടും ഒരു ഭക്തൻ പറയുക, ഞാൻ കേൾക്കുന്നുണ്ട് ഒരു മഴയുടെ മുഴക്കം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പറഞ്ഞു, ഹന്നായം നിൻ്റെ കണ്ണുനീര് വെറുതെയാ, നിനക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിലും അവൾ പറയുക, പ്രാർത്ഥനാ മുറി ഞാൻ കേൾക്കുന്നുണ്ട്, എൻ്റെ ഈ മുറി ഉണങ്ങുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയാം, നിന്നെ ആര് മുറിവേൽപ്പിച്ചോ, ആര് നിൻ്റെ ലൈഫിനെ മുറിച്ചോ, ആര് നിനക്കെതിരെ പോരാടിയോ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നിൻ്റെ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവന്ന്. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഈ വചനത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ ദൈവത്തിന് സ്തോത്രം നമ്മൾ പഠിക്കുമ്പം വളരെ മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട ഒരു ആത്മീക ദൂതിലേക്കാണ് വരുന്നത്. നമുക്ക് അല്പം പ്രാർത്ഥനയോടെ ഇരിക്കാം. അടുത്തിരിക്കുന്ന ആളെ ഇന്ന് തൊട്ടുവെച്ച് പറ, നിൻ്റെ മുറിവുകളൊക്കെ വേഗത്തിൽ ഉണങ്ങാൻ പോവാന്ന് പറ. ശാരീരിക മുറിവല്ല, നിങ്ങളങ്ങോട്ട് നടന്നു പോയപ്പോൾ ഒരു കല്ല് തട്ടി അന്നേരമുള്ള മുറിവ് അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ മുറിവ് ദൈവത്തിന് സ്തോത്രം ആന്തരിക മുറിവാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ഒരു മനുഷ്യൻ തകരാവുന്ന അത്രയും തകർന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കോടീശ്വരനായ മനുഷ്യൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. പ്രാർത്ഥിക്കുവാനിരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം? അന്നേരം അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവുമില്ല, ആരോഗ്യപരമായി ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഞങ്ങൾ ഈ വീട്ടിൽ ആഹാരം കഴിച്ചിട്ട് 10-30 ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കർത്താവിന് സ്തോത്രം, ഞങ്ങളൊരു മോളെ പഠിക്കുവാൻ കോളേജിൽ വിട്ടതാണ്. കർത്താവിന് സ്തോത്രം, അവൾ ദൈവത്തിന് സ്തോത്രം ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഒരു അന്യമതക്കാരൻ്റെ കൂടെ വിവാഹം കഴിച്ചു പോയി. അവർ പറയുകയാണ്, കോടികളുണ്ടായിട്ട് എന്താ കാര്യം? ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ അച്ചായം ബിസിനസ്സിന് പോയിട്ട് 30 ദിവസങ്ങളായി. ഓഫീസിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഫയലൊക്കെ ഒപ്പിടിക്കുകയാണ്. വരുമാനങ്ങൾ കുറയാൻ തുടങ്ങി. അതിനർത്ഥം എന്താണെന്നറിയാമോ? അവർ മാനസികമായി തകർന്നു പോയി. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഏറ്റവും വലിയൊരു തന്ത്രമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ കുടുംബത്തിൽ കൊണ്ട് കുത്തി നിറച്ചിട്ട് നിൻ്റെ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിൻ്റെ വീട്ടിൽ നിനക്ക് വലിയ മുറിവേൽപ്പിച്ച് നിന്നെ ഒതുക്കിയിടുക.
എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്, ഇന്നലകളിൽ ശത്രു പലതും ചെയ്തപ്പോൾ ദൈവം മൗനമായിരുന്നെങ്കിൽ ഇന്നുകളിൽ അവൻ മൗനമായിരിക്കുന്നവനല്ല. നിന്റെ മുറിവുകൾ പൊറുപ്പിക്കപ്പെടുവാൻ സമയമായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനൊരു ആത്മീക ദൂതൂടെ നിന്നോട് പറയാം. നീയും ഞാനും പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കേണ്ട പല വിഷയങ്ങളും ഇന്നും വിടുതൽ നടക്കാത്തതിൻ്റെ കാര്യം അറിയാമോ? നിനക്കേറ്റ മുറിവ് മാനസിക തലത്തിലാണ്. ഇന്ന് ആരോ എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു. അവർ വലിയ വിഷമത്തോടാണ് എൻ്റെ അടുക്കൽ വന്നത്. അവരുടെ വിഷമം എന്താണെന്നറിയാമോ? അവർക്ക് കടബാധ്യതയുണ്ടെന്നുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞു, ചെറിയവർക്ക് തൊട്ട് വലിയവർക്ക് വരെ കടമുണ്ട്. പക്ഷേ കടം നിൻ്റെ ഹൃദയത്തെ കയറി ബാധിക്കരുത്, മനസ്സിനെ ബാധിക്കരുത്. ഏത് കടവും തീർക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറയണം. രോഗം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശരീരത്തിൽ രോഗമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ശരീരത്തിലുണ്ടെന്ന ചെറുതും വലുതുമായ രോഗങ്ങളെ ദൈവത്തിന് സ്തോത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. കർത്താവിന് സ്തോത്രം. രോഗം ശരീരത്തിലുള്ളത് കറക്റ്റാണ്, പക്ഷേ ഈ രോഗത്തെ ശമിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. നിത്യം നിന്നെ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും നേർച്ചകളും പൂജകളും നടത്തി നിന്റെ കുടുംബത്തിനകത്ത് നടക്കരുതാത്ത സംഭവങ്ങളെ കുത്തി നിറച്ച് നിന്റെ വീടൊരു പ്രാന്താലയം പോലെ തകർത്തുകൊണ്ടിരിക്കുമ്പം നീ പറയണം, ഈ സാഹചര്യങ്ങളെ ജയിക്കുന്നൊരു കൃപയുണ്ട്. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുറിക്കപ്പെട്ട ഹൃദയങ്ങൾ ഇവിടെ പണിയപ്പെടുകയാണ്. ഇനിയും നീ മുറിവ് ചുമന്നുകൊണ്ട് നടക്കണ്ട. നിന്റെ മുറിവുകളെ പൊറുപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ചില സാഹചര്യങ്ങൾ ആ അധ്യായത്തിനകത്ത് തന്നെ ഉണ്ട്. ആ സാഹചര്യത്തെ ഒന്ന് വിവരിച്ചിട്ട് ചില മുറിവ് ഉണങ്ങുന്ന കാര്യം പറയാൻ പോവാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരിക്കലും പരിഹാരമില്ലെന്ന് പറഞ്ഞ ചില വിഷയത്തിന് അല്പ ദിവസത്തിനകത്ത് നിനക്ക് പരിഹാരം ഉണ്ടാവും. ഗ്ലോറി ടു ഗോഡ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി വിശ്വാസം പറ, നിനക്ക് ഉടനെ പരിഹാരം ഉണ്ടെന്ന് പറ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു പുള്ളിക്കാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ദൈവത്തിന് സ്തോത്രം എന്നോട് അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു ഭയങ്കര രോഗമുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുവാണ് ഭയങ്കര രോഗം? എനിക്കിങ്ങനെ നെഞ്ചിടിപ്പ് ഭയങ്കര കൂടുതലാണ്. എന്തുവാ നെഞ്ചിടിപ്പ്? ഭയങ്കര കൂടുതലാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടർമാർ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നെഞ്ചിടിപ്പ് കൂടുതലാണെന്ന്, സൂക്ഷിച്ചോണം, കൂടുതൽ ഇടിച്ചാൽ ആശുപത്രിയിൽ പൊക്കോണം. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും പെട്ടെന്ന് എൻ്റെ നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ ഇടിപ്പ് കൂടുന്നു നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ, അച്ഛനെ ഇടിപ്പല്ല ഉള്ളോ, അച്ഛൻ്റെ വാൽവൊക്കെ കറക്റ്റാണല്ലോ, അച്ഛന് ബ്ലോക്കൊന്നുമില്ല, അതൊന്നുമില്ല. എന്നാൽ ഇനിയല്ലേ ആ കൈ നെഞ്ചത്തൊന്നും എടുക്കാൻ. കർത്താവിൻ്റെ സ്തോത്രം. ഇടിപ്പ് കൂടുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു? ഒന്നുമില്ല, പക്ഷെ ഡോക്ടർ പറഞ്ഞേ പിന്നൊരു പേടി. ഹല്ലേലൂയ. ചിലർ പൊക്കിക്കൊണ്ട് വരും, ബ്രദറെ എനിക്ക് ഷുഗറാണ് കേട്ടോ. സ്തോത്രം. നല്ലവരോട് ചോദിച്ചാൽ അവർ പറയും, നല്ല കുടുംബത്തിൽ പറഞ്ഞാൽ ഷുഗർ വരുമെന്ന്. നിങ്ങളാരും മിണ്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ചിലർ പറയും, എനിക്ക് ഷുഗറില്ല. നീ നല്ല കുടുംബത്തിലല്ല മോനെ. അവിടെ വേണ്ടുന്നില്ല. ചിലർ പറയും, എനിക്ക് ഭയങ്കര BP. ഒരാളെന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്നോട് സൂക്ഷിച്ച് വർത്താനം പറയണം, എനിക്ക് BP കൂടും. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി ആ BP കൂടുമോ? നിങ്ങൾ എന്നാ മിണ്ടാത്തെ? അവിടെ അപ്പം BP കൂടുന്നവന് BP എവിടെ ചിലവാക്കാമെന്നറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ പോട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, കൊച്ചു കൊച്ചു കടങ്ങൾ, കൊച്ചു കൊച്ചു പോരാട്ടങ്ങൾ, കൊച്ചു കൊച്ചു രോഗങ്ങളെ പൊക്കി പിടിച്ച് കൊട നൂത്ത് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചുകൊണ്ട് യോഗത്തിന് വന്നിരിക്കരുത്. അവിടെ വരുമ്പോഴേലും അത് മടക്കി ആ മൂലയ്ക്ക് വെച്ചൊന്ന് കയറിയാൽ നിനക്ക് രോഗസൗഖ്യം ഉണ്ടാവും. കണ്ടോ? മിണ്ടുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം നമുക്ക് വചനത്തിലോട്ട് വരാം. അപ്പം ഇവിടെ ജനം തകർക്കപ്പെട്ട സാഹചര്യം മനസ്സിലായോ? അവർ ആരാധന തകർന്നു, അവരുടെ ആലയം തകർന്നു, അവരുടെ സമൃദ്ധിയുടെ പട്ടണം തകർന്നു. ആരാധന തകർന്ന്, ആലയം തകർന്ന്, പട്ടണത്തിൻ്റെ അഭിവൃദ്ധി തകർന്ന ഒരു ജനം ബന്ധിക്കപ്പെട്ടൊരു സ്ഥലത്ത് കിടക്കുക. അവരുടെ അവസ്ഥ നിങ്ങളത് വായിച്ചേ. 12-ാമത്തെ വാക്യം, ഇരമ്യാ പ്രവചനം 30-ാം അധ്യായം 12-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, നീ ജനത്തോട് ചോദിക്കണം, നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാണ്. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിന്റെ വ്യവഹാരം നടത്താൻ ഒരു മനുഷ്യരില്ല. നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ മുറിവിനിടാനുള്ള മരുന്നും ഇല്ല, കുഴമ്പുമില്ല. ഞാനിന്ന് ചിലരോട് ചോദിക്കാം, മരുന്നും കുഴമ്പും തപ്പി നടക്കുന്ന ചിലരോട് ദൂത് പറയുക, നിനക്കുള്ള മരുന്നും കുഴമ്പും ഒക്കെ ദൈവത്തിൽ നിന്ന് വരാൻ പോവാന്ന്. ഈ വാക്യം ഞാൻ
ഇരമ്യാവ് ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ദൂത് എൻ്റെ ഉള്ളിൽ കത്തിയത് 15 മിനിറ്റ് മുമ്പാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഈ അസുഖം മാറ്റാൻ കഴിയുന്ന മരുന്നും കുഴപ്പവും ഇല്ല. ഇനി അടുത്തോടെ നിങ്ങൾ ശ്രദ്ധിച്ച 14-ാമത്തെ വാക്യം, നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ സ്നേഹിതന്മാരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു. അത്രയും മതി. ആമേ, ദൈവത്തിന് സ്തോത്രം. അച്ഛാ വെളിപ്പുറത്ത് ഞാനുണ്ടെന്നും അടുത്ത് വരാമെന്നും അച്ഛാന് സ്വന്തം ഞാനാന്നും മോനെ പോലാന്നും അപ്പനെ പോലാന്നും അമ്മയെ പോലാന്നും ചേച്ചിയെ പോലാന്നും കസിനെ പോലാന്നും വലിയ വീര്യവാദം മുറയ്ക്കുക, ഒറ്റ എണ്ണം കൂടെ ഇല്ല. ഇനി 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയും കുറിച്ച് നിലവിളിക്കുന്ന എന്തിന്? ദൈവം ചോദിക്കുക, എന്തിനാണ് നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയും കുറിച്ച്? ആമേൻ. നല്ല വീടിനകത്ത് മൊസൈക്ക് ഇട്ട വീട്, മാർബിളിട്ട വീട്, AC-യുള്ള വീട്ടിൽ കിടന്ന് നീ എന്തിനു മാത്രം അയ്യം വിളിക്കുന്ന എന്തിനാ? ആമേൻ. നിന്റെ മുറിവുകളെ ഉണക്കാൻ കഴിയുന്നവൻ ഞാനാണ്. ഒരാമീൻ പറഞ്ഞാട്ട് ഇന്ന് പിടിയിരിക്കുന്ന ചിലരോട് പറയുകയാണ്, ശത്രു നിനക്ക് മുറിവേൽപ്പിച്ചിട്ട് ആമേ ദൂരെ നിന്നുകൊണ്ട് നീ കരയുന്ന കണ്ട് ഉല്ലസിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ തപ്പുന്ന മരുന്നും കുഴമ്പും ഒന്നും നിനക്ക് വിടുതൽ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നമുക്ക് ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പ്രവചനത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കണം. വായിക്കുന്ന എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ഈ ദൂത് നിൽക്കാൻ വേണ്ടിയാ. ഇന്ന് 2 ദൂതാ പറയുന്നത്. ഒന്ന്, കർത്താവിന് സ്തോത്രം, നിന്റെ മുറിവുകളെ ദൈവം ഉണക്കും. 2, നിനക്ക് ആരോഗ്യം തിരിച്ചു കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി ഇന്ന് പകൽ ശത്രുവിനോട് എതിർക്കുന്ന ദിവസങ്ങൾ വരാൻ പോവുക. ഇനി ജനത്തോട് പ്രവചിക്കുന്ന ഭാഗത്തോട്ട് നമുക്കൊന്ന് വരാം. കർത്താവിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഞാൻ നിന്റെ 17-ന്റെ പകുതി ഭാഗം മുതൽ ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. അതെന്തു അന്ന് താഴെ എഴുതിയിരിക്കുക കേട്ടോ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തോട് കരുണ കാണിക്കും. ദൈവം എന്തോ കാണിക്കും? കരുണ കാണിക്കുമ്പോൾ എന്തു സംഭവിക്കുക? യാക്കോബിന്റെ കൂടാരങ്ങളെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. കണ്ടോ എന്ന് പറഞ്ഞാൽ ആ കൂടാരം വീണ്ടും പണിയപ്പെടാൻ പോവാ. അടുത്തോടെ വായിച്ചു നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. നഗരം അതിന്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും. നഗരം അതിന്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും. അരമനയും യഥാസ്ഥാനപ്പെടും. അവിടെ അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഇന്നലകളിൽ അടഞ്ഞുപോയ നിന്റെ സ്തോത്രം തിരിഞ്ഞു വരാൻ പോവുക എന്ന് പറഞ്ഞാൽ നിന്റെ വീടിനകത്ത് സന്തോഷത്തിന്റെ സ്തോത്രം ഉണ്ടാകാൻ പോവുക. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങോട്ട് താഴോട്ട് വായിച്ചാൽ നീ ഇപ്പൊ ഇരിക്കുന്ന നീ എഴുന്നേക്കും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും. ഞാൻ അവരെ എന്തോ ചെയ്യും? വർദ്ധിപ്പിക്കും. നിന്റെ വീട് തീർന്നെന്ന് കള്ളക്കഥ പറഞ്ഞവന്റെ മുമ്പിൽ തമ്പുരാൻ നിന്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കും. വായിക്കാനേ നിവർത്തിയുള്ളൂ, പ്രസംഗിക്കാൻ നിവർത്തിയില്ല. അടുത്തോട് വായിച്ചു നോക്കി. സ്തോത്രം. അവർ കുറഞ്ഞു പോകയില്ല. അവരെന്ത് ചെയ്യത്തില്ല? കുറഞ്ഞു പോകത്തില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും. അവർ എളിമപ്പെടുകയില്ല. അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും. അവരുടെ സഭ എന്റെ മുമ്പാകെ നിലനിൽക്കും. അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും. മതി. ഇനി താഴോട്ട് വീട്ടിൽ ചെന്ന് വായിച്ചു. താഴോട്ട് വായിച്ചാൽ തുള്ളിച്ചാടാൻ വകയുണ്ട്. പക്ഷെങ്കിൽ അത് വീട്ടിൽ ചെന്ന് വായിച്ചു. നിന്റെ തലമുറ പണ്ടത്തെ പോലാവും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജനത്തെ ഉപദ്രവിച്ചവരെ ഞാൻ സന്ദർശിക്കും. എന്നിട്ട് എൻ്റെ ജനത്തിൻ്റെ കൂടാരം ഞാൻ പണിയും. അപ്പം നമ്മൾ ഈ വായിച്ച 17-ാമത്തെ വാക്യത്തിനകത്ത് മാത്രം നമ്മൾ അല്പസമയം ഒന്ന് നിന്ന് ധ്യാനിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിനകത്ത് 1-ാമത്തെ പദമാണ്, ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിക്കും. ഞാൻ നിൻ്റെ മുറിവുകളെ അല്ലെങ്കിൽ മുറിവുകളെ ഉണക്കും. ഒരാമയും പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഇരിക്കുന്ന പലരുടെ അകത്ത് കൃപകളും വരങ്ങളും കിടപ്പുണ്ട്. പലരുടെ അകത്ത് അഭിഷേകവും ആത്മനിറവും കിടപ്പുണ്ട്. അത് വെളിപ്പെടേണ്ട പോലെ വെളിപ്പെടാൻ പറ്റാത്ത എന്നാന്ന് ചോദിച്ചാൽ ഹൃദയത്തിനേറ്റ മുറിവാണ്. കർത്താവിന് സ്തോത്രം. ചിലപ്പം ഏറ്റൊരു മുറിവ് വിദ്യാഭ്യാസം ചെയ്യേണ്ട പോലെ ചെയ്യാൻ പറ്റിയില്ല. ദൈവത്തിൽ ചില സമയത്ത് ചിലർക്ക് കണ്ടിട്ടില്ലയോ, പഠിക്കാൻ സമയത്ത് കാശ് കാണത്തില്ല, പഠിത്തം കഴിയുമ്പോൾ ഇഷ്ടം പോലെ കാശാണ്, പിന്നെ പഠിക്കാൻ പറ്റുകയില്ല. കർത്താവിന് വീട് പണിയേണ്ട സമയത്ത് കാശ് കിട്ടുകയില്ല. വീടെല്ലാം പണിത് കഴിയുമ്പോൾ ഇഷ്ടം പോലെ കാശാണ്, പിന്നെ എന്തോനും കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം, എല്ലാം ലഭിക്കേണ്ട സമയത്ത് ലഭിച്ചാലേ പ്രയോജനമുള്ളൂ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് എല്ലാ കാര്യവും നടക്കാനെന്ന് പ്രാർത്ഥിച്ചേ.
എന്നോട് ഒരു 2 മിനിറ്റ് ചേർന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ കാര്യവും കൃത്യമായിട്ട്, നിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം തക്ക സമയത്ത്, നിൻ്റെ കുഞ്ഞിൻ്റെ ജോലി തക്ക സമയത്ത്, നിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തക്ക സമയത്ത്, നിൻ്റെ വീട് പണിയുന്നത് തക്ക സമയത്ത്, നിനക്ക് സകലതും ലഭിക്കുന്നത് ദൈവത്തിൻ്റെ തക്ക. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് പറയാം, നിൻ്റെ ജോലി കൃത്യസമയത്ത് കിട്ടും. ഓ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കടബാധ്യത കൃത്യസമയത്ത്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമീൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ വീടിൻ്റെ അവസ്ഥ എല്ലാം ഒന്ന് മാറാൻ പോവുക. ഇനിയും നിന്റെ മുറിവ് ഉണങ്ങാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം. ഇയ്യോബ് വലിയ പ്രതിസന്ധി കൂടെ പോയപ്പോഴേ ഇയ്യോബിനൊരു സ്നേഹിതൻ, ഈ ദൈവത്തിന് സ്തോത്രം, എലീഫസ് എന്ന് പറയുന്ന ആള് ഇയ്യോബിനോട് പറയുന്നൊരു കാര്യം, ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ എപ്പോഴും കാണാതെ പറയുന്ന വാക്യമാണ്. 5-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ ഇയ്യോബിനോട് തൻ്റെ സ്നേഹിതൻ എന്ന് പറയുക, ഇയ്യോബെ പേടിക്കണ്ട, അവൻ മുറിവേൽപ്പിക്കുകയും എൻ്റെ ദൈവം ഇടയ്ക്കിടയ്ക്ക് എന്തോ ചെയ്യും, മുറിവേൽപ്പിക്കുകയും ചില മുറിവേൽപ്പിക്കും, മുറി കെട്ടുകയും ചെയ്യും. പക്ഷെ മുറിവേൽപ്പിച്ചു വിടത്തില്ല, മുറി കെട്ടുകയും ചെയ്യും. മുറിവിനെ ദൈവം കെട്ടും. ഞാനൊരു ബൈബിളിൽ ഒരു വെളിപ്പാട് കേട്ടോണം. അല്പകാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയോടെ നമ്മളെ ചേർക്കും. ഈ ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? മനുഷ്യൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. മനുഷ്യൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, അപ്പം ചോദിക്കുക, പാസ്റ്റർ എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണെന്നോ? ഞാൻ പറഞ്ഞില്ലല്ലോ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം പലരും ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ മനുഷ്യരായോണ്ടാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ ദൈവം നിന്നെ ചേർത്ത് വിളിക്കും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? കർത്താവ് നിൻ്റെ കാര്യത്തിൽ അല്പം മൗനമാകും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു സന്ദേശം നിന്നോട് പറയട്ടെ. ചില മൗനത ഇന്ന് തീരുക, ചില മുറിവുകളുടെ ആഴം ഇന്ന് ഒതുങ്ങാൻ പോവുക. ഓ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുക, ഇനി നീ മുറിക്കപ്പെട്ട് കിടക്കണ്ട. സ്തോത്രം. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, ദൈവത്തിന് സ്തോത്രം. ഈ വണ്ടി ഞാൻ കാണുന്ന വിഷനാ പറയുന്നത്. ഒരു സ്കൂട്ടർ പോകുന്ന വഴിക്ക് ഒരു കല്ലേ കയറി ചരിഞ്ഞ് താഴെ വീണാൽ അവൻ്റെ കാലയിലും കയ്യിലും ഒക്കെ മുറിവേറ്റി കഴിഞ്ഞാൽ ആദ്യം അവനൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. കർത്താവിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവൻ്റെ മുറിവിന്മേൽ മരുന്ന് വെച്ചൊരു കെട്ട്. അതുപോലെ ദൈവാത്മാ പറയാ, ഉടനെ വെളിപ്പെടാനിരിക്കുന്ന ഒരു സൗഖ്യത്തിന് മുന്നോടിയായി ഇന്നൊരു ട്രീറ്റ്മെൻറ്റ് നിൻ്റെ വിഷയത്തിൽ തുടങ്ങാൻ പോവുക. ഇത് എണ്ണയുടെയും കുഴമ്പിൻ്റെയും ട്രീറ്റ്മെൻ്റ് അല്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ഇരമ്യാവിലെ വചനം വെച്ചു നിന്നോട് പ്രവചിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. എൻ്റെ സ്മാർട്ട്നെസ് ഇതല്ല, എൻ്റെ കഴിവ് ഇതല്ല, ഞാൻ ഒതുങ്ങിപ്പോയി. ഇനി എന്നെ ഒതുക്കാൻ ശത്രു നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കഴിവുകൾ ഒതുങ്ങിപ്പോയി, എൻ്റെ ഭാവി ഒതുങ്ങിപ്പോയി. എന്നോട് ദൈവാത്മാവ് പറയാം, നിന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ പോവുക. നിൻ്റെ മുറിവേറ്റ സ്ഥലങ്ങളിൽ യേശുവിനെ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്. മുറിവേറ്റവളായി വർഷങ്ങളായി കരഞ്ഞ വീട്ടിൽ തന്നെ മുറിവ് കെട്ടപ്പെട്ടവളായി ട്രീറ്റ്മെന്റ് കഴിഞ്ഞവൾ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പഴയ വാഗ്ദത്തത്തിലേക്ക് തിരിച്ചു വരിക, പഴയ നന്മയിലേക്ക് തിരിച്ചു വരിക, പഴയ അനുഗ്രഹത്തിൽ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവല്ലേ, ചില മുറിവുകൾ ഉണങ്ങിയേ പറ്റൂ. ചില മുറിവുകൾ ക്രൂശിൽ കിടന്ന് ഒരുവൻ മുറിവേറ്റപ്പം പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ അടിപ്പിണരുകളാൽ. ഓ ഹല്ലേലൂയ. എന്താ? നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഒരാരാധനയ്ക്ക് ഒരുത്തൻ വന്നാൽ അവൻ ആദ്യം കാണുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ. അവനേറ്റ മുറിവ്, ഓ ഹല്ലേലൂയ, അവനൊരുക്കിയ രക്തം. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കത്രുമേശ സമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്. ഏതാണെന്നറിയോ? ക്രൂശിന്മേൽ കാണുന്നത് ആരിതാ. ആ കൈയൊന്ന് പൊക്കി പിടിക്കാവോ? ഓ രണ്ടിലിരുന്ന് പാടാൻ പോവാ. ക്രൂശിന്മേൽ. ഓ
ഇന്നിവിടെ കാണേണ്ടത് അനിപ്പാസ്റ്ററെ അല്ല, സാംജി അല്ല, മോൻസി അല്ല, പാസ്റ്റർമാരെ അല്ല. ഇതിന് നടുവിൽ ക്രൂശിക്കപ്പെട്ട ഒരുവൻ കിടക്കുക. ആ കൈയൊന്ന് ഉയർത്തി പിടിച്ചോണ്ട് ക്രൂശിന്മേൽ കാണുന്ന ആരിതാ, ക്രൂശിന്മേൽ കാണുന്ന ആരിതാ, പ്രാണനാഥൻ എൻ ചാകുന്നു. എന്തിനാ യേശു മരിച്ചത്? ഇത്ര വലിയ സ്നേഹമാ കർത്താവ് തന്നെ. എൻ ചാകുന്നു. ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ. ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കുക. എത്ര നിന്റെ രോഗമുള്ള ഭാഗത്ത് ഒരു കൈ സ്പർശിക്കുന്നു. ഹീലിംഗ് പവർ. മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ. ചില രോഗത്തെ യേശു തൊടുക. ദൈവമേ വിട്ടുമാറാത്ത ചില ഒരിക്കൽ കൂടെ ക്രൂശിന്മേ സൗഖ്യം കാണുന്ന ക്രൂശിന്മേ കാണുന്ന ഹീലിംഗ് പവർ. യെസ്. പ്രാണനാഥൻ എൻ ചാകുന്നു. പ്രാണനാഥൻ എൻ ചാകുന്നു. ചിലരുടെ കുടൽ സംബന്ധമായുള്ള ചില രോഗങ്ങൾ ഡൈജഷൻ ഇല്ലാതെ, ലോർഡ്, കുടൽ സംബന്ധമായ ചില രോഗങ്ങൾ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ സൗഖ്യമാകുന്നത് ഞാൻ ആത്മാവിൽ കാണുക. റൂഡ ഹസി, ശരീരത്തിൽ വന്നൊരു തടിപ്പ്, അത് നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. എനിക്കെന്തെങ്കിലും മാരകരോഗമാണോ? അങ്ങനെ ഒരു ഭയം കയറി പിടിച്ചിട്ട്, യേശുവേ, ഹോളി സ്പിരിറ്റ് പറയുന്നു, നീ അതിനെ ഭയപ്പെടണ്ട. യേശു നിന്നെ സൗഖ്യമാക്കും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു 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 വലിയവൻ. യേശു ചെല്ലിനെ തൊടുക. യേശു നീ ഇവിടെ കൈ ഉയർത്തുമ്പോ, യേശു എവിടെ നീ തകർക്കപ്പെട്ടോ, യേശു ആരിലും മതിയായവൻ. യേശു 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 ആരിലും
കുടൽ സംബന്ധമായ രോഗങ്ങൾ ഹീലാകുന്നു. യേശുവാരിലും മതിയായവൻ, യേശുവാരിലും മതിയായവൻ. എന്നെ ശ്രദ്ധിച്ചിരുന്നേ, ഞങ്ങൾ തോതിലോട്ട് വരട്ടെ. ആ സിസ്റ്റർ ഒന്ന് കൈവക്കാം. ആ സിസ്റ്റർ, നിങ്ങൾക്കൊരു സൗഖ്യം, നിങ്ങളൊരു വിഷയത്തില്, രോഗസംബന്ധമായൊരു വിഷയത്തില് ഒത്തിരി ഭയപ്പെട്ട് കഴിയുക. യേശു നിങ്ങളെ തൊട്ട്, ഞാൻ വീണ്ടും പറയുന്നു, ശരീരത്തിലുണ്ടായ ഒരു തടിപ്പ് നിമിത്തം ഭയപ്പെട്ട് കഴിയുന്ന ഒരാളെ ഞാൻ പ്രാർത്ഥനയെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കൈ ചലിക്കട്ടെ. സൗഖ്യമാകട്ടെ. എന്താ ബുദ്ധിമുട്ട്? ഇപ്പോ സൗഖ്യത്തിന്റെ കൈ നീട്ടുക. യേശുവേ, അവൾ സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു, ആ ബ്ലൂ ഷർട്ടിട്ട ബ്രദറോട് എഴുന്നേക്ക്. ആ ബ്ലൂ ഷർട്ടിട്ട ബ്രദർ, ആ യേശു നിന്റെ അടുക്കൽ വന്ന് നിൽക്കും. വിളഞ്ഞു കിടക്കുന്നൊരു നെൽപ്പാടം പോലെ, അങ്ങനെ വിളഞ്ഞു കിടക്കുന്നൊരു നെൽപ്പാടം പോലെ നിന്റെ ശൂന്യാവസ്ഥ മാറിയിട്ട്, അപ്പൊ ഈ വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടം പോലെ, ഞാൻ വെളിപ്പാടി കാണുക, നിനക്ക് ശ്രേഷ്ഠകരം. വർഷങ്ങളായിട്ട് ജീവിതത്തിൽ വരൾച്ചയാ, വറ്റി വരണ്ട അനുഭവമാണ്. ദൈവാത്മാവ് ഒരു വലിയ പച്ചിപ്പ്. ഈ കുട്ടനാട്ടൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ഏറിയ മുഴുവൻ ഇങ്ങനെ നെല്ല് നിറകുടത്തോടെ നിൽക്കുന്ന പോലെ നിന്നെ ദൈവം ഒരു വലിയ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന. ഓ ഹല്ലേലൂയ, ഹോസന്ന. യെസ്. ഓ ഹല്ലേലൂയ, ഹോസന്ന. ഞാൻ ഈ കയ്യെ പിടിക്കാൻ കാര്യം എന്നാന്നറിയോ? ഈ കൈക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിടിക്കാൻ വന്നത്. ജീസസ്, കുറെ നാളായി തുടങ്ങിയിട്ട്. ഇന്ന് ആ പെയിൻ ഹീലാകട്ടെ, സൗഖ്യമാകട്ടെ. അടിപ്പിണരാലുള്ള സൗഖ്യം, ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന രോഗാത്മാവെ ഈ ശരീരത്തുനിന്ന് വിട്ടുപോ. ഹല്ലേലൂയ, ഹോസന. കർത്താവേ, ഈ കൈ, സ്ട്രോക്ക് വന്ന ഈ കൈ കറക്റ്റ് വേയിൽ വരട്ടെ. ഹീൽ, ഹീൽ, ഹീൽ. ഒരിക്കൽ സ്ട്രോക്ക് വന്ന് ഈ കാല് ശരിയായതല്ലേ? അല്ലേ? എന്താ ശരിയായത്? ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എത്ര നാള് തളർന്നു കിടന്നായിരുന്നു? 5 വർഷം. 5 years തളർന്നു കിടന്നയാളാ. ഇവിടുത്തെ ഒരു മീറ്റിംഗിൽ എടുത്തോണ്ട് വന്ന് സൗഖ്യമായതാ. എത്ര നാൾ മുമ്പാ സൗഖ്യമായേ? ഏപ്രിൽ 6 തൊട്ട്. ഏപ്രിൽ 6 തീയതി. ഏപ്രിൽ 6 തീയതി ഈ ചുരുണ്ടുപോയ വിരൽ മുഴുവൻ ട്രിവാൻഡ്രത്തെ ഒരു മീറ്റിംഗിൽ നൂന്നു. തളർന്ന് ഒരു സൈഡ് എടുത്തോണ്ട് വന്ന് തിരിച്ചു നടന്നുപോയി. ഏപ്രിൽ 6 തീയതി മുതൽ സൗഖ്യത്തിന് സാക്ഷിയാവുക. 5 വർഷം തളർന്ന് ബെഡേ കിടന്നവനാ നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന.
ഓ, അടിപ്പിണരാലുള്ള സൗഖ്യം. 70% കണ്ടോ, ഗവൺമെന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് 70% ബ്ലോക്കായിരുന്നു. മുഴുവൻ മാറി. ഇവിടെ ബസ്സേ കയറിയാന്നാ വന്നേ? അതെ, ബസ്സേ കയറിയാ വന്നേ. കണ്ടോ, നിങ്ങളുടെ ബസ്സേ കയറിയാ വന്നേ. ബസ്സില്ലാത്തവൻ നടന്നു വന്നിട്ടുണ്ടെന്ന് ഇവിടെ. കണ്ടോ കണ്ടോ, ആ തളർന്നു പോയ കയ്യ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ചിരിക്കുന്നത്. ചുരുണ്ടുപോയ കയ്യ. അടിപ്പിണരാൽ. യെസ്, ആറാന്തി പൊങ്ങി. ഓഹോ, ഗ്ലോറി. കണ്ടോ, സൗഖ്യത്തിന്റെ കരം ഇവിടെ വെച്ച് നടത്തി വിട്ടു. ആമീൻ. ജീസസ് സൗഖ്യം വ്യാപരിച്ചു. കണ്ടോ, കർത്താവിന്റെ കൈ ഇറങ്ങി നിൽക്കുക. ആമീൻ. അച്ഛാ, ഞാനിവിടെ വന്നത് ഇദ്ദേഹത്തെ തൊടാനല്ല കേട്ടോ. അച്ഛൻ്റെ ഈ ഷോൾഡറിനൊരു ബുദ്ധിമുട്ട്. ബ്രദറെ, ഈ എൻ്റെ കൺമുമ്പിൽ നിന്ന് നിങ്ങളുടെ ആ പച്ചിപ്പ് പോകുന്നില്ല. അതുപോലെ ഭയങ്കര പച്ചിപ്പ്. നിങ്ങൾ ഈ വറ്റി വരേണ്ട അനുഭവം കുറേ വർഷമായിട്ടുണ്ട്. ദാരിദ്ര്യം, എത്ര നന്മ കിട്ടിയാലും ശൂന്യമായ അവസ്ഥ. ഇത് മാറി ഒരു പച്ചിപ്പുണ്ടാവും. പക്ഷെ കർത്താവിനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കണം. ദൈവത്തിന് നിങ്ങളെ വേണം. യേശുവിൻ്റെ നാമം. ഞാൻ വീണ്ടും കാണുകയാണ്, ശരീരത്തിലുണ്ടായ ഒരു തടിപ്പ്, തൊട്ടാൽ അറിയാവുന്ന ഒരു തടിപ്പ്. അതിനിമിത്തം ഭാരപ്പെട്ട് കഴിയുന്ന ഒരാൾ ഇതിനകത്തുണ്ട്. എനിക്കൊരു മാരക രോഗമാണോ ജീസസ്? അങ്ങനെ ഭാരപ്പെട്ട് കഴിയുന്ന ഒരാളെ ഞാൻ ആത്മാവിൽ കാണുക. എൻ്റെ കണ്ണിൽ ഇതുവരെ ആൾ വന്നില്ല ആരാന്ന്. പക്ഷെ യേശു ഇന്ന് ആ വ്യക്തിയെ തൊടാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ ചില സൗഖ്യങ്ങൾ. ബ്രദറിനാണോ? വന്നേ. എന്തോ തടിപ്പ്? എവിടെ? ആ അദ്ദേഹം ഇന്നിവിടെ വന്നത് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് വയറ്റിലൊരു തടിപ്പുണ്ടായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞു വിട്ടതാ. പുള്ളിക്ക് ഇത് കേട്ടപ്പോൾ മുതൽ പുള്ളിയുടെ സഹോദരിയെ ദൈവം തൊടുന്ന ഫീലാ ഉണ്ടായേക്കുന്നത്. അമ്മി, ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യം നടക്കട്ടെ. ഇദ്ദേഹത്തെ എഴുന്നേപ്പ് പച്ചിപ്പ് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. ഇതുവരെ നടക്കാത്ത പലതും ഇന്നത്തെ പ്രാർത്ഥന നടക്കണം. ഓ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ കരം. കർത്താവേ, ആ സിസ്റ്ററെ യേശു തൊടണേ. വചനമയച്ച യെസ്, യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുക. ധൈര്യമായിട്ട് പോയിരുന്നു. നിന്റെ തൊണ്ടയിൽ ഒരു വിടുതൽ നടക്കുന്ന കാണിക്കുന്നുണ്ട്. സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. എനിക്കു സൗഖ്യം. തന്നടി പിണരാ എനിക്കു സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടി പിണരാ എനിക്കു സൗഖ്യം. തന്നടി പിണരാ എനിക്കു സൗഖ്യം. ഞാന് ഇന്നിവിടെ നടക്കുന്ന ഒരു 10-40 പേർക്ക് ഒന്നിച്ച് നടക്കുന്ന ഒരു സൗഖ്യത്തിലെ വെളിപ്പാട് കാണുക. ആ സൗഖ്യം എന്താണെന്ന് ഞാൻ പറയാം. കുറെ വയറുകൾ ചുറ്റിക്കിടക്കുന്ന പോലെ ശരീരത്തിലെ ഞരമ്പുകൾ പിണഞ്ഞു കിടക്കുന്ന ചില ശരീരങ്ങളിൽ ഇപ്പോൾ ദൈവം ചിലതിനെ ഇന്ന് പ്രസംഗിച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വിടുതൽ വ്യാപരിക്കട്ടെ. ഇന്ന് പ്രസംഗിച്ചില്ലാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ കാണുക, നീ ഇവിടെ ആരാധിക്കുമ്പോൾ
നിന്റെ അനുഗ്രഹത്തിന് മുമ്പിൽ വ്യാപരിച്ച ചില സർപ്പങ്ങൾ ചിലയിടത്തുനിന്ന് എടഞ്ഞ് ദൈവശക്തി. ഹല്ലേലൂയ ഹോസന 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 ഹല്ലേലൂയ ഹോസന. വചനത്തിൽ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനൊരു സന്ദേശം പറയാം. ഇന്ന് പ്രസംഗിച്ചില്ലേലും വേണ്ടുകയില്ല, നിന്നെ ദൈവം തൊടണം. പ്രസംഗം എപ്പോഴും നമ്മൾ കേൾക്കുന്ന, പക്ഷേ ഇന്ന് ശുശ്രൂഷയാ കൂടുതലും. അപ്പം നമ്മളിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ മുറിവ് ഏൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. ആമീൻ. യോബിന്റെ പുസ്തകം 5:19-18 അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യും. ചതയ്ക്കുകയും ചെയ്യും, തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ ചതഞ്ഞ ഓട ഒടിക്കുന്നവനല്ല, പുകയുന്ന തിരിക്കെടുത്തുന്നവനല്ല. നീ ചതയ്ക്കപ്പെട്ടപ്പോൾ ദൈവം കൈയടിക്കുകയല്ല, അവൻ വന്നത് ഓടിക്കാനല്ല, അതിനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനാ. ഓ ഹല്ലേലൂയ. എവിടെ നീ ചതയ്ക്കപ്പെട്ടോ, എവിടെ നീ ഉടയ്ക്കപ്പെട്ടോ, ആ മേഖലയിൽ നിന്ന് ദൈവം നിന്നെ പണിതുകൊണ്ട് വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു. പിന്നെ അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. വിടുതൽ 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. കഴിഞ്ഞ 7 വർഷമായിട്ട് എണ്ണിയാ തീരാത്ത കഷ്ടങ്ങൾ നിന്റെ ജീവിത പടകിനെ മുക്കിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് പറയും, ആ കഷ്ടത്തിൽ നിന്ന് നിനക്കൊരു വിടുതലുണ്ട്. അടുത്തത് 7ാമതൊരു തിന്മ നിന്നോട് വെല്ലുവിളിക്കുന്നുണ്ട്, അത് നിന്നെ തൊടത്തില്ല. കണ്ടോ യേശുവിന്റെ നാമത്തിൽ ചില വെല്ലുവിളികൾ. കൃപ വ്യാപരിക്കട്ടെ. 7ാമത്തെ തിന്മ. ഇനി ശ്രദ്ധിക്കണം, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് എൻ്റെ മുറിവ് കെട്ടപ്പെടണം? സ്തോത്രം. സന്തതികൾ നിമിത്തം ഉണ്ടായ മുറിവ്, കുടുംബങ്ങൾ നിമിത്തം ഉണ്ടായ മുറിവ്, അതിനൊക്കെ ഇന്ന് പരിഹാരമാ. ആമേൻ. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ എടുത്തേ, ആ മുറിവ് എങ്ങനെ കെട്ടപ്പെടുന്നതെന്ന് 6ാം അധ്യായത്തിൽ പ്രവാചകൻ പ്രവചിക്കുക. കണ്ടോണേ, 6ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അപ്പൊ ഈ മുറിക്കപ്പെട്ടവരെല്ലാം എവിടേക്ക് വരണം? ഞാൻ നിങ്ങളോട് പറയാം, നീ തന്നെ ഇട്ട പരിമിതികൾ ഇന്ന് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തോട് അടുക്കണം, പക്ഷെ ഒത്തിരി അങ്ങ് അടുക്കരുത്. കാരണം ഒത്തിരി അടുത്ത പ്രശ്നമാണെന്നാണ് ചിലർ പറയുന്നത്. ഞാനും വീണ്ടും പറയുന്നത്, ഒത്തിരി അടുത്ത പ്രശ്നമാണ്. കാര്യം നീ ദൈവത്തോട് അടുക്കുമ്പോൾ നിന്നോട് അടുത്തതെല്ലാം അകലും. 6000 ഭൂതങ്ങൾ ബാധിച്ചവൻ യേശുവിനോട് അടുത്തപ്പോൾ അവനെ തകർത്ത 6000 ഭൂതം അവനിൽ നിന്നാകുന്നു. ചിലരോടൊക്കെ കർത്താവ് സംസാരിക്കാം, നീ പരിമിതികൾ പൊട്ടിച്ച് ദൈവത്തോട് അടുത്താൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവ് നിന്നോട് പറയുക, നിന്റെ ലൈഫിനെ തകർത്തതെല്ലാം നിന്റെ കുടുംബത്തിൽ നിന്ന് അകലും, നിന്റെ വീട്ടിൽ നിന്ന് അകലും, നിന്റെ ജോലി സ്ഥലത്തു നിന്ന് അകലും. ഹോളി സ്പിരിറ്റ് ഇന്ന് ചിലതൊക്കെ അകന്നു പോകണം. കൃപ 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 കൃപ. നിങ്ങൾ സത്യം. വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. ഈ ദൈവത്തിന്റെ അടുക്ക വരുന്നവൻ പറഞ്ഞുകൊണ്ട് വരണം, അവൻ സൗഖ്യമാക്കും. ഒന്ന് പറഞ്ഞേ നെഞ്ചത്ത്, അവൻ എന്നെ സൗഖ്യമാക്കും. എല്ലാരും പറയുന്നില്ല, തിരുവില്ലാക്കാർക്ക് തീരെ ശബ്ദമില്ല. ദൈവം ഒന്ന് പറഞ്ഞേ, അവൻ എന്നെ, ഞാൻ അനിപ്പാസ് സൗഖ്യമാക്കും നല്ല പ്രസംഗിക്കുന്നേ, യേശു എന്നെ സൗഖ്യമാക്കും, യേശു എന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞേ. ഇന്ന് നിന്റെ വീടിനകത്ത് ആ സൗഖ്യം നിലനിൽക്കട്ടെ. അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. ഡേറ്റ് പറയുക നിന്നോട്, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. ആരോടോ ദൈവാത്മാ പറയാ, അടുത്ത 24 മണിക്കൂർ 48 മണിക്കൂർ കഴിയുമ്പോ, ലോർഡ്
വെളിപ്പാട്, വെളിപ്പാട്. അടുത്ത 48 മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ വീട്ടിൽ ചിലത് ജീവിക്കും. മരവിച്ച ഹോളി സ്പിരിറ്റ് കേട്ടോ, കേട്ടോ. ചിലരുടെ ഉള്ളിൽ ആ ദൂത് വീണു, ചിലരുടെ ഉള്ളിൽ ആ ദൂത് ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ പാഴിയിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. അപ്പൊ ചിലതിനോട് ദൈവാത്മാവ് പറയുക, നിന്റെ മുറിക്കപ്പെട്ട അവസ്ഥയ്ക്ക്, തകർക്കപ്പെട്ട അവസ്ഥയ്ക്ക് ഇനി 2 ദിവസം കൂടെ ആയുസുള്ളൂ. അതിനകത്ത് ചിലത് ജീവിക്കും. എന്നിട്ട് കേട്ടെ, അടുത്ത കേട്ടെ, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 3-ാം ദിവസം, അതായത് അടുത്ത 72 മണിക്കൂർ കഴിയുമ്പോൾ അവൻ നമ്മെ നിന്റെ ജീവിപ്പിക്കും. ചില മറുപടി എഴുന്നേക്കും, നിന്റെ ചില അത്ഭുതങ്ങൾ എഴുന്നേക്കും. എനിക്ക് അങ്ങനെ പ്രസംഗിക്കാനാണ് ഇന്നത്തെ ദൂത്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, എന്നും മുറിക്കപ്പെട്ടില്ല, അടുത്ത ചില ദിവസത്തിനകത്ത് അത് എഴുന്നേക്കും. അത് യേശുവിന്റെ നാമത്തില് ആ ജീവന്റെ തുടിപ്പ്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അപ്പം ഒരു മനുഷ്യന്റെ മുറിവ് കെട്ടപ്പെടണമെങ്കിൽ അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി വരണം. അമ്മേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് കാണുന്ന ഒരു വെളിപ്പാട് പറയാം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകലം വിട്ടു നിൽക്കുന്ന ആരൊക്കെയോ ഉണ്ട്. ഇന്ന് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീയായിട്ടിട്ട അകലം നീയായിട്ട് മാറ്റണം. നീയായിട്ടിട്ടതാ ഒരകലം, ദൈവം ഇട്ടതല്ല, അത് നീയായിട്ട് തന്നെ മാറ്റണം. കാരണം ഈ അവസ്ഥയിൽ നിന്നെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. നീ അത് മാറ്റിയാൽ നിന്നോടുള്ള പ്രവചനമാ, അടുത്ത 48 മണിക്കൂർ കഴിയുമ്പോൾ ചിലത് ജീവിക്കുന്ന കാഴ്ച കാണാം. 72 മണിക്കൂർ കഴിയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവി ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും. ഇരമ്യാ പറയുകയാണ്, ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തി. ഇത് ഒരു പ്രവചന ഭാഗം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് പറ, നിനക്ക് ആരോഗ്യം വരുത്താൻ പോവാ ദൈവം എന്ന് പറ. സ്തോത്രം. ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. ചിലരുടെ ആരോഗ്യ പ്രശ്നത്തിനകത്ത് ഇന്ന് ദൈവത്തിൻ്റെ ഒരു അദൃശ്യ കൈ. ഓ ലോർഡ്, വർഷങ്ങളായിട്ട് നിന്റെ ആരോഗ്യ പ്രശ്നം, 18 വയസ്സും 20 വയസ്സും 25 വയസ്സും 40 വയസ്സുമുള്ള നീ 70 വയസ്സും 80 വയസ്സുമുള്ള ആളെ പോലെ ആരോഗ്യ പ്രശ്നത്തെ കയറി ശത്രു ബാധിച്ചെങ്കിൽ ഇന്ന് പകൽ ആരോഗ്യം വരുത്തും. ഇരമ്യാവ് പറയുന്ന ഒരു വാക്യം കൂടെ 33-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്. ഇരമ്യാ പ്രവചനം 33-ാം അധ്യായം 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു. ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തിയവരെ സൗഖ്യമാക്കി. ദൈവം ഒരാളെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് ആദ്യം നിന്റെ രോഗങ്ങളെ ശമിപ്പിക്കും. ആരോഗ്യം വരും. ഈ ദിവസങ്ങളിൽ ഒരിക്കലും ശമിക്കാത്ത രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ ശമിക്കാൻ പോവാ. എന്ന് പറഞ്ഞാൽ എണ്ണ തീരുമ്പോൾ വിളക്ക് കെട്ടുപോകുന്ന പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ ആരോഗ്യത്തെ കത്തിയ പൈശാചിക അഗ്നി ഇന്ന് ദൈവം കെടുത്താൻ പോവാ. എന്നിട്ട് നിന്റെ ശരീരത്തിൽ ആരോഗ്യം വരുത്താൻ പോവാ. 103-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകതകൾ, ഞാൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ബാക്കി പറ, ഞാൻ നിന്റെ
ഇനി ഒരു വാക്യം കൂടെ പറയാം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിന്റെ വായിക്കവൻ നന്മ കൊണ്ട് നിന്നെ വചനത്തിന്റെ ദൂതിനകത്ത് ദൈവാത്മാവ് നിർത്തുക. ഇന്ന് പകൽ ചില ശരീരങ്ങളിൽ ആരോഗ്യം തിരിച്ചു വരട്ടെ. ചില ശരീരങ്ങളിൽ ആരോഗ്യം. നിങ്ങൾക്കറിയാമോ, ആത്മീക ശുശ്രൂഷയ്ക്കകത്ത് ദൈവം സ്തോത്രം യേശുക്രിസ്തു ശുശ്രൂഷയെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ഒക്കെ ഈ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് രോഗികൾ സൗഖ്യമാകണം. അത് എത്ര പേര് ഏറ്റെടുക്കുന്ന എനിക്ക് നമുക്ക് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്തിലോട്ടൊന്ന് പോകാം. മത്തായി സുവിശേഷം ഒന്ന് എടുത്തേ, 10-ാം അധ്യായം എടുത്തേ, 7-8 വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. യേശു ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് പറയുകയാണ്, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന പ്രസംഗം എന്റെ രാജ്യത്തെ കുറിച്ചായിരിക്കണം. രോഗികളെ സൗഖ്യമാക്കുകയും രോഗിയെ കണ്ട വിട്ടേക്കരുത്, സൗഖ്യമാക്കിയേക്കണം. മരിച്ചവരെ ഉയർപ്പിക്കണം. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം. ഭൂതങ്ങളെ ഭൂതത്തെ പുറത്താക്കണം. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. പിന്നെ ഇതിന് ഫീസ് വെക്കരുത്, സൗജന്യമായി കൊടുപ്പി. സൗജന്യമായി. ഒരാമ്യം വരുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, എന്നാ പിന്നെ പാസ്റ്ററെ എന്തിനാ സ്തോത്രാഴ്ച എടുക്കുന്നത്? സൗജന്യമാണല്ലോ സ്തോത്രം. നിങ്ങൾ അതിനും മിണ്ടുന്നില്ലല്ലോ. ഇലക്ട്രിസിറ്റി സൗജന്യം അല്ല. നമ്മൾ എടുത്തേക്കുന്ന സ്ഥലം സൗജന്യം അല്ല. സൗണ്ട് സിസ്റ്റം സൗജന്യം അല്ല. അതിനെല്ലാം പൈസ കൊടുക്കണം. അതുകൊണ്ടാ യോഗത്തിനൊക്കെ എന്തോ ഇടുന്നേ. ഇനി എത്ര ആശുപത്രി കൊടുത്താലും ദൈവത്തിന് കൊടുക്കാത്തവരുണ്ട്. നിങ്ങളാരുമില്ല. ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പറയുക 75,000 ആവുമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ബ്രദറെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്താം, ടൈറ്റാ. ഈ ചില നോട്ടുകെട്ട് ഐശുവിൻ്റെ മുമ്പിലേ പൊട്ടു. ചില മിടുക്കന്മാർ യോഗത്തിൽ പൊട്ടിക്കും. ഒന്നും മനസ്സിലായില്ല. പോട്ടെ, അതൊന്നും എൻ്റെ പ്രസംഗ വിഷയമല്ല. പക്ഷെ എന്നാലും ഞാൻ ഇതിനകത്ത് ദൂത് പറയുക. ശ്രദ്ധിക്കണം. ചിലർ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഉത്സാഹികളാണ്. പ്രാർത്ഥിച്ച് സൗഖ്യമാകാൻ ഇത് സൗജന്യമാണ്. ഇത് സൗജന്യമായി ചെയ്തോണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കണം, അപ്പോൾ സൗഖ്യമാകും. അതുകൊണ്ട് അവർ രോഗി വന്നവണ്ണം ദൈവദാസന്മാർ തലേ കൈവെക്കുന്നു. സ്തോത്രം. സൗഖ്യമാകാനായിട്ട്. ഞാൻ ഒത്തിരി മുമ്പോട്ട് പോകുന്നില്ല. ഒരാത്മീകത പറഞ്ഞു നിർത്താം. ഈ ദിവസങ്ങളിൽ നീ എഴുതിയിട്ടു, ലോർഡ് നിന്റെ മുറിവുകൾ ഉടനെ ഉണങ്ങും. യേശുവിൻ്റെ നാമത്തിൽ. എന്നും നീ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. എന്നും നീ ഇങ്ങനെ മുറിവേറ്റവനായി, പരാജയപ്പെട്ടവനായി, തകർന്നവനായിട്ട് നടക്കത്തേ ഉള്ളൂ. എന്നാൽ ഈ ദിവസങ്ങൾ നോക്കിയോ, നിന്റെ മുറിവുകളെ ദൈവം ഉടക്കും. നിന്റെ മുറിവുകളെ ദൈവം കെട്ടും. നിനക്ക് ഭയങ്കര രോഗശാന്തി വരാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ സൗഖ്യത്തിന് ഒരു വചനം തന്നിട്ടുണ്ട്. നമ്മളാരും അങ്ങനെ ചെയ്യാത്തോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തേ, സൗഖ്യമാകാത്തേ. നിങ്ങൾ ഒരാൾ രോഗിയായാൽ സഭയിലെ മൂപ്പനെ വരുത്തണം. എന്നിട്ട് തമ്മിൽ നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ ചർച്ചിലോട്ട് ഫോൺ വിളിക്കട്ടെ എന്നല്ല. സ്തോത്രം. നടന്നു വരാമെങ്കിൽ ചർച്ചിലോട്ട് ഇങ്ങ് വരണം. വയ്യ എങ്കിൽ മൂപ്പനെ അങ്ങോട്ട് വിളിക്കണം. എന്നിട്ട് അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ വായിക്കണം. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രാർത്ഥന ഫലിക്കും. ഇന്ന് ആ ദൂത് പറഞ്ഞ് നിർത്തണ്ടേ. ചിലർക്കൊക്കെ പ്രാർത്ഥന ഫലിക്കും. ഇന്നത്തെ പ്രാർത്ഥന നിന്റെ വീടിന് ഫലിക്കും, നിന്റെ രോഗസൗഖ്യത്തിന് ഫലിക്കും, നിന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് ഫലിക്കും. ദൈവാത്മാവ് എന്നോട് പ്രാർത്ഥന ഫലിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, ആ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിന് ഫലിക്കട്ടെ, എൻ്റെ തലമുറയ്ക്ക് ഫലിക്കട്ടെ, എൻ്റെ സഭയ്ക്ക്. യെസ്,
നിങ്ങൾക്കറിയാം, ഈ നമ്മൾ ചിലപ്പം ഒരു യോഗത്തിന് 3 മണിക്കൂറൊക്കെ പോയിരിക്കും, അതിനകത്ത് 3 മിനിറ്റ് ആയിരിക്കും നിന്നെ തൊടാൻ വേണ്ടി. എന്നാൽ പിന്നെ വർഷം ഇങ്ങോട്ട് വന്നിരിക്കുമ്പോഴേ ആ 3 മിനിറ്റ് ദൈവത്തിന് അങ്ങ് തൊടാൻ സൗകര്യമില്ല. ഒരുത്തി അന്ന് എത്ര നാളുകൊണ്ട് പള്ളിയിൽ പോയേക്കുക, 18 കൊല്ലം കൊണ്ട് പള്ളിയിൽ പോവാൻ മുടങ്ങാതെ. 18 ദിവസത്തിന് ഒരു ദിവസം കർത്താവ് എന്ന് വെച്ച് പറഞ്ഞു, സ്ത്രീയേ നിന്റെ രോഗബന്ധനം. പക്ഷേ ഞാൻ കാറ് വിളിച്ച് വന്നേക്കുവാ, സ്തോത്രം, കാറ് വെളി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, പെട്ടെന്ന് രോഗശാന്തി നടത്തിക്കോ എനിക്ക്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അവിടെ പറയാം ഞങ്ങൾ വന്നിരുന്ന് തരാം, പോണമെന്നൊന്നും നിർബന്ധമില്ല, പാസ്റ്റർ സൗഖ്യമാക്കുവോ ബന്ധനം അഴിക്കുവോ ഒക്കെ ചെയ്തു, ഞങ്ങൾ ഇരുന്ന് വേണേ ഉറങ്ങിയൂടെ തരാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ ദൂത് ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് പറയാം, ഈ ദിവസങ്ങളിൽ നിനക്ക് രോഗശാന്തി ഉണ്ടാകട്ടെ. നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടില്ലേ, 5 വർഷം ഒരു ബെഡിൽ ഒരേപോലെ തളർന്നു കിടന്ന മനുഷ്യനെ ഇന്ന് കഴിഞ്ഞ വർഷം ഒരു 6-ാം തീയതി പുള്ളിയെ ദൈവം തൊട്ടു. ഇന്നും അവൻ ബസ് കയറി ആ തളർന്ന കൈയും പൊക്കി പിടിച്ചോണ്ടാ, ഒരിക്കലും തൈ പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് 75% തളർന്നുപോയ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കി. നിങ്ങളുടെ ജീവിക്കുന്ന സാക്ഷിയാക്കി നിർത്തിയിരിക്കുക. കാരണം യേശു സൗഖ്യമാക്കുന്നവനാ. ഒരു നിമിഷമായി ഇരിപ്പിൽ കണ്ണൊന്നടച്ച് ഒരു ചോദ്യം ചോദിക്കുക. യേശുവിനോട് ഒരാൾ അടുക്കണമെങ്കിൽ അവനവൻ്റെ ജീവിതം പൂർണ്ണമായി യേശുവിന് വിട്ടുകൊടുക്കണം. പൂർണ്ണമായി യേശുവിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. സ്വീകരിച്ചാൽ പോരാ, യേശുവിൻ്റെ കൽപ്പനയാണ് സ്നാനം. നിങ്ങൾ അകലം വെക്കരുത്, അടുക്കണം യേശുവിനോട്. യേശു ക്രൂശിൽ മരിച്ചതുപോലെ നീ നിന്റെ പാവമനുഷ്യനെ വെള്ളമാകുന്ന കല്ലറയിൽ അടക്കിയിട്ട് ഉയർത്തെഴുന്നേക്കണം. മത്തായി 28 അത് ദൈവകൽപ്പന. റോമർ 6:3 അത് യേശുവിനോട് ചേരുവാൻ. ഗലാത്യർ 3:27 യേശുവിനെ ധരിക്കാൻ എല്ലാ കണ്ണും അടച്ചു പിടിച്ചു.